എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 21 നടത്തിയ ഷിഫ്റ്റ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പർ റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ICTയിലെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. First question, which of the following electronic technologies is the key technology for making the first generation electronic computer? അതായത് ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബേസ്ഡ്, വാക്യൂം ട്യൂബ് ബേസ്ഡ്, ഡ്യുവൽ കോർ CPU ബേസ്ഡ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അതായത് വാക്യൂം ട്യൂബ് ബേസ്ഡ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ട് പോകാം. 5 ജനറേഷനിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ 1940 to 1956 വരെയുള്ള കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ്സ് ആണ്. വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ച് ജോൺ എ ഫ്ലെമിങ്ങുമാണ്. ENIAC ആ ഫസ്റ്റ് ജനറേഷനിലെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ജനറേഷനിലോട്ട് വരുമ്പോൾ 1956 തൊട്ട് 63 വരെയുള്ള കാലഘട്ടമാണ്. ഈ രണ്ടാം തലമുറയിൽ സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററാണ്. ഇത് നിർമ്മിച്ചത് ബാർഡിനും ഷോക്ലിയും ഒക്കെ ചേർന്നാണ്. ഫോർട്രോൺ വരുന്നത് രണ്ടാം തലമുറയിലെ കമ്പ്യൂട്ടറിലാണ്. അതുപോലെ തന്നെ IBM 6020 ഒക്കെ വരുന്നതും ഈ ഒരു രണ്ടാം തലമുറയിലാണ്. ഇനി മൂന്നാം ജനറേഷനിലോട്ട് തേർഡ് ജനറേഷനിലോട്ട് വരെ 1964 തൊട്ട് 71 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് IC ചിപ്പാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പാണ്. ഇനി ഫോർത്ത് ജനറേഷനിലോട്ട് വരുമ്പോൾ 1971 തൊട്ടാണ് ഫോർത്ത് ജനറേഷൻ. ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി മൈക്രോ പ്രോസസ്സറാണ്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ വേൾഡിലെ ഇൻറ്റൽ 4004 ആണ്. ഫിഫ്ത്ത് ജനറേഷനിലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയാണ്. ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ ChatGPT, സ്പീച്ച് റെക്കഗ്നീഷൻ, ഫേസ് റെക്കഗ്നീഷൻ, റോബോട്ടിക് വിഷൻ എന്നിവയൊക്കെയാണ്. IBM നോട്ട്ബുക്ക്, Pentium PCS, പാരം 10000 എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ബ്ലോഗ്? അതായത് ബ്ലോഗിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മളോട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ വെബ്സൈറ്റ് ദാറ്റ് അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു കൊളാബറേറ്റ് ആൻഡ് ക്രിയേറ്റ് ഇൻഫർമേഷൻ. അതല്ല. എ ക്രോണോളജിക്കൽ ലിസ്റ്റ് ഓഫ് പോസ്റ്റസ് ഓൺ എ വെബ്സൈറ്റ് ടിപ്പിക്കലി റിട്ടൺ ബൈ എ സിംഗിൾ ഓതർ അബൌട്ട് എ സബ്ജക്റ്റ്. എ സീരീസ് ഓഫ് ഓഡിയോ ഓർ വീഡിയോ എപ്പിസോഡ്സ് ദാറ്റ് സബ്സ്ക്രൈബേഴ്സ് ഡൗൺലോഡ് ഓർ സ്ട്രീം ടു ദെയർ ഡിവൈസസ്. എ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ദാറ്റ് അലോ യൂസേഴ്സ് ടു സബ്സ്ക്രൈബ് ടു വ്യൂ കോണ്ടന്റ് അപ്ഡേറ്റ്സ് ഫ്രം എ ക്രിയേറ്റർ. അതായത് എ സീരീസ് ഓഫ് ഓഡിയോ ഓർ വീഡിയോ എപ്പിസോഡ്സ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഡൗൺലോഡ് ഓർ സ്ട്രീം ടു ദെയർ ഡിവൈസ് എന്ന് പറയണത് ഏതാണ്? അത് വ്ളോഗാണ്. വീഡിയോ വരുമ്പോൾ അത് വ്ളോഗാവും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്ലോഗാണ്. അത് ഏതാണ്? എ ക്രോണോളജിക്കൽ ലിസ്റ്റ് ഓഫ് പോസ്റ്റ് ഓൺ എ വെബ്സൈറ്റ് ടിപ്പിക്കലി റിട്ടൺ ബൈ എ സിംഗിൾ ഓതർ അബൌട്ട് എ സബ്ജക്റ്റ്. അതായത് ഒരു ഓതർ അവരുടെ സബ്ജക്റ്റിലോട്ട് എഴുതുന്ന കാര്യങ്ങൾ ക്രോണോളജിക്കലായിട്ട് വരുന്നതാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. Next question, identify the sequence of word A to E that correctly fills the blanks in the following paragraph. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാസേജ് തന്നിരിക്കുന്നത്. ആ പാസേജിൽ കുറച്ച് വേർഡ്സ് മിസ്സാണ്. അപ്പം നമ്മളവിടെ അനുയോജ്യമായിട്ടുള്ള വേർഡ്സ് ചേർത്ത് അത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദ ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് ദ ഡാഷ് പ്രോസസർ മെയ്ഡ് ബൈ ഇൻറ്റൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ്. ദ സ്പീഡ് ഓഫ് ദ പ്രോസസർ മെഷർഡ് ഇൻ ഡാഷ്. ഡാഷ് ഈസ് എ വോൾട്ടൈൽസ് മെമ്മറി വേരീസ്. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ടു ഹോൾഡ് എ സ്മോൾ സ്പെഷ്യൽ പീസ് ഓഫ് സോഫ്റ്റ്വെയർ നോൺ ആസ് ദ ബൂട്ടപ്പ് പ്രോഗ്രാം. അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് ദ ഡാഷ് ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന്. എന്താണ് ബ്രെയിൻ? CPU ആണ്. CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആൻഡ് ഡാഷ് പ്രോസസർ മെയ്ഡ് ബൈ ഇൻറ്റൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ്. അതേതായിരിക്കും വരുന്നത്? അത് പെൻറ്റിയം ആണ് വരുന്നത്. പെൻറ്റിയം എന്ന് പറയുന്ന പ്രോസസ്സർ ഉണ്ടാക്കുന്നത് ഇൻറ്റലാണ്. ദ സ്പീഡ് ഓഫ് ദ പ്രൊസസ്സർ ഈസ് മെഷേർഡ് ഇൻ ഡാഷ്. അതായത് ഒരു പ്രൊസസ്സറിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണ് നമ്മൾ പ്രൊസസ്സറിൻ്റെ സ്പീഡ് മെഷർ ചെയ്തിരിക്കുന്നത്. ഡാഷ് ഈസ് എ വോൾട്ടൈൽ മെമ്മറി. ഏതാണ് വോൾട്ടൈൽ മെമ്മറി വരുന്നത്? റാം ആണ്. റാം ഈസ് എ വോൾട്ടൈൽ മെമ്മറി വേർ ഈസ്
ROM is used in most computers to hold a small special piece of software known as bootup program. അതായത് റാം ആണ് വോൾട്ടൈൽ മെമ്മറി, റോമിലാണ് നമ്മുടെ ബൂട്ടപ്പ് പ്രോഗ്രാം. അതായത് നമ്മുടെ റോം എന്ന് പറയണത് സ്ഥിര മെമ്മറിയാണ്, റാം എന്ന് പറയണത് അസ്ഥിര മെമ്മറിയുമാണ്. ഇതിൽ റോമിലാണ് ബൂട്ടപ്പ് പ്രോഗ്രാം, ഓ വെച്ച് ഓർത്താൽ മതി, റോപ്പിലാണ് ബൂട്ടപ്പ് പ്രോഗ്രാം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് LM represents a number L in a base M number system, then which are the following equalities are true? അതായത് ബേസ് 10ലുള്ള നമ്പേഴ്സും അതുപോലെ തന്നെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ബേസിലുള്ള നമ്പേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ് 10ൻ്റെ നമ്പർ തന്നിരിക്കുന്നത് 127.125 എന്നുള്ളതാണ്. അതെല്ലാത്തിനും ഈക്വലാണ്. അതിനുശേഷം നമുക്ക് 2ലും തന്നിട്ടുണ്ട്, 4ലും തന്നിട്ടുണ്ട്, 8ലും തന്നിട്ടുണ്ട്, 60ലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം ഓരോന്ന് വീതം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ബേസ് 2ലുള്ള അതാണ്, അതായത് 127.125 അത് ബേസ് 10ൽ, പിന്നെ ഒരു 1111111.001 ബേസ് 2ലുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ബൈനറി നമ്പറിൻ്റെ വെച്ചിട്ടുള്ള കൺവേർഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോയിൻറ്റിൻ്റെ വലത്ത് സൈഡിലോട്ടുള്ളതും ഇടത്ത് സൈഡിലോട്ടുള്ളതും നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോണത് പോയിൻ്റ് ഇടത്ത് സൈഡിലുള്ളതാണ്. അപ്പോൾ നമ്മൾ 127 എടുത്തു. അപ്പോൾ 127നെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അറിയാം, അതായത് ഒന്നുകിൽ നമുക്ക് 127 കിട്ടണം, അല്ലെങ്കിൽ 120ന് താഴെയുള്ള 2ൻ്റെ പവർ ഏതാണോ വരുന്നത് അതുവരെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മളിവിടെ എഴുതുക 1 2 4 8 60 30 64 എന്ന് എഴുതുവാണ്. അതിനുശേഷം നമ്മളിത് ഏതൊക്കെ നമ്പർ തമ്മിൽ കൂട്ടുമ്പോഴാണ് 127 കിട്ടുക എന്ന് നോക്കുക. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 128 64 കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് 127 തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 64 വരെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ നമ്പർ എല്ലാം കൂടെ കൂട്ടിയാലാണ് നമുക്ക് 127 കിട്ടുള്ളൂ. സോ അതുകൊണ്ട് എല്ലാത്തിൻ്റെ അടിയിൽ നമ്മൾ 1 തന്നെ ഇടണം. അപ്പം നമുക്ക് 1 2 3 4 5 6 7 7 1കളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ശരിയാണ്. നമ്മൾ സെക്കൻഡ് പാർട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് നോക്കുകയാണ്. അപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ബേസ് 10ൽ നിന്ന് ബേസ് 2ലോട്ടാണ് മാറ്റേണ്ടത്. അപ്പം നമ്മൾ 0.125നെ × 2 ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആദ്യം കിട്ടുന്നത് 0.250 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 0യാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇനി ഈ 0.250നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 0.50 എന്ന് കിട്ടും. അവിടെ നമുക്ക് 0യാണ് ആവശ്യമുള്ളത്. ഇനി 0.5നെ നമ്മൾ പിന്നെ 2 ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 1.0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 001 എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ നമ്പർ ശരിയാണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 7 1കളാണ് കിട്ടുന്നത്, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കിട്ടുന്നത് 001 എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ബേസ് 10ലെയും ബേസ് 2ലെയും നമ്പറുകൾ സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത നമ്പർ ബേസ് 4ലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഏത് നമ്പർ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിവൈഡ് ബൈ 4 ഏത് നമ്പറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ 2 പാർട്ടായിട്ട് തന്നെ തിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ആദ്യം 127നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 31 എന്ന് കിട്ടും, റിമൈൻഡർ 3 എന്ന് കിട്ടും. അതിനുശേഷം 31നെ നമ്മൾ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും, റിമൈൻഡർ 3 എന്ന് കിട്ടും. ഇനി 7നെ നമ്മൾ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമുക്ക് 1 എന്ന് കിട്ടും, റിമൈൻഡർ 3 എന്ന് കിട്ടും. ഇനി 1നെ നമ്മൾ പിന്നെയും ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നും റിമൈൻഡർ 1 എന്നും കിട്ടും. ഇനി നമ്മൾ ഈ നമ്പർ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് എഴുതേണ്ടത്. അതായത് ഏറ്റവും അവസാനം കിട്ടിയത് ആദ്യം എഴുതണം. അപ്പോൾ നമുക്ക് 1333 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ശരിയായി. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ പഴയ കണക്ക് ചെയ്ത കണക്ക് തന്നെയാണ്. അതായത് ഇവിടെ 0.125 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ 4 ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് × 4 ചെയ്യുക. അപ്പോൾ 0.125 × 4 = 0.5 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ 0യാണ് നമുക്ക് ആവശ്യമുള്ള 0.5നെ നമ്മൾ × 4 കൊണ്ട് പിന്നെയും ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 02 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴും നോക്കിക്കേ, അതായത് ബേസ് 10ലുള്ള ഈ നമ്പറിനോട് ഈക്വലാണ് ബേസ് 4ലുള്ളത്. 1333.02 എന്നുള്ള ഈ ബേസ് 4ലുള്ള നമ്പർ ഈ ബേസ് 10ലുള്ള നമ്പറും സെയിം ആണ്. ഇനി അടുത്തത് നമുക്ക് ബേസ് 8ലുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബേസ് 4ൽ ചെയ്ത കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. 127നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 50 കിട്ടുന്നു. ക്വസ്റ്റ്യൻ്റെ 6 നമ്മൾ 7 എഴുതി, റിമൈൻഡർ
ശേഷം 15 പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കിട്ടി, റിമൈൻഡർ 7. 1 പിന്നെ 8 കൊണ്ട് ഹരിക്കുന്നു, അപ്പോൾ നമുക്ക് 0 വന്നു, റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ശരിയാണ്, 177 എന്നുള്ള ഫസ്റ്റ് പാർട്ട് ശരിയാണ്. ഇനി നമ്മൾ 0.125നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 1 ആണ്. സോ ഇവിടെയും ഈക്വൽ ആണ്, അതായത് ഈ ബേസ് 10ലുള്ള നമ്പറിനോട് 177.1 ബേസ് 10 ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹെക്സാ ഡെസിമലിലോട്ടുള്ള കൺവേർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 127നെ 16 കൊണ്ട് ഹരിക്കുന്നു, നമുക്ക് 7 ക്വോഷ്യൻറ്റും 6 നമുക്ക് 50 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 50ക്ക് ഈക്വൽ ആയിട്ടുള്ള ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടത്. 50 എന്ന് പറഞ്ഞാൽ അതായത് എ മുതൽ എഫ് വരെയുള്ള ലെറ്റേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഉണ്ട്. അതായത് 9 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സും നമ്മുടെ നമ്പർ സിസ്റ്റത്തിലില്ല. അപ്പോൾ എക്ക് 9, ബിക്ക് 10 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എഫിന് ഈക്വൽ ആയിട്ടുള്ളത് 50 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 750 എന്നുള്ളത് 7F എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ശരിയായി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പോയിൻറ്റിന് ശേഷമുള്ള നമ്പറാണ്. അപ്പോൾ നമ്മൾ 0.125നെ 60 കൊണ്ട് ഗുണിക്കുകയാണ്, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പം നമ്മുടെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഈക്വലാണ്, അപ്പം 75.2 എന്ന് കിട്ടും. അപ്പം ഇവിടെയും ബേസ് 10ലുള്ളയും ബേസ് 60ലുള്ളയും നമ്പേഴ്സ് ഈക്വലാണ്. സോ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ വരുന്നത് 4 ആണ്. കാരണം എയും ബിയും സിയും ഡിയും നമ്മുടെ ഈക്വലാണ്, ശരിയാണ്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ലെ മാൽവെയർ ടൈപ്പ്, ലിസ്റ്റ് 2ൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് കൊടുത്തിരിക്കുന്നത്. ട്രോജൻ ഹോഴ്സ്, വോം, ലോജിക് ബോംബ്, റൂട്ട് കിറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: പ്രൊപ്പഗേറ്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ത്രൂ എ നെറ്റ്വർക്ക്, ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സർട്ടൻ കണ്ടീഷൻ ഒക്വർ, ഹുക്ക് സ്റ്റാൻഡേർഡ്സ് OS കോൾസ് ടു ഹൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മാൽവെയർ, കണ്ടെയ്ൻസ് അൺഎക്സ്പെക്റ്റഡ് കവേർട്ട് എഫക്റ്റ്. ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 4 ആണ്. അതായത് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ അൺഎക്സ്പെക്റ്റഡ് കവേർട്ട് എഫക്റ്റ് ആണ്. വോം എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേറ്റ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ത്രൂ എ നെറ്റ്വർക്ക്. ലോജിക് ബോംബ് എന്ന് പറഞ്ഞാൽ ട്രിഗേഴ്സ് ആക്ഷൻ വെൻ സർട്ടൻ കണ്ടീഷൻ ഒക്വർ. റൂട്ട് കിറ്റ് സ്റ്റാൻഡേർഡ്സ് OS കോൾസ് ടു ഹൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് മാൽവെയർ. കമ്പ്യൂട്ടറുകളെ മറ്റു ഉപകരണങ്ങളെയൊക്കെ ആ ഉടമയെ അറിയാതെ ഉപയോഗിക്കാനും അതിൽ കിടന്നു കയറി വിവരങ്ങൾ തട്ടിയെടുക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്കാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. അതായത് മലേഷ്യസ് സോഫ്റ്റ്വെയർ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? വൈറസ്, വോം, സ്പൈവെയർ, റാൻസംവെയർ, ബോട്ട്നെറ്റ്, കീലോഗർ, ട്രോജൻ ഹോഴ്സ്, ആഡ്വെയർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മാൽവെയേഴ്സ് എന്ന് പറയുന്നത്. വോം എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ് റീഡ് മെനി എന്നുള്ളതാണ്. വൈറസുകളെ പോലെ പെരുകുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം എന്ന് പറയുന്നത്. വൈറസുകളെ അപേക്ഷിച്ച് മറ്റ് പ്രോഗ്രാമുകളുമായി കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് വ്യാപിക്കുകയാണ് വേം ചെയ്യുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമാണ് തെറ്റിദ്ധരിക്കപ്പെടുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയറാണ് ട്രോജൻ എന്ന് പറയുന്നത്. ലോജിക് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുന്നതുമായ ചില കോഡുകളാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. റൂട്ട് കിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അത് സൈബർ ക്രിമിനൽസിന് കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ റൂട്ട് കിറ്റിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ഹിഡൻ ആയിട്ട് ലോങ് ടൈം നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ICTയിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പീപ്പിൾ, ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനാണ്. ദ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD വാസ് ഫസ്റ്റ് ഓപ്പൺഡ് ഫോർ സിഗ്നേച്ചർ ഡ്യൂറിംഗ്. അതായത് CBD എന്നാണ് ഓപ്പൺ സിഗ്നേച്ചറിന് ഫസ്റ്റ് ഓപ്പൺഡ് ഫോർ സിഗ്നേച്ചർ എന്നായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, എർത്ത് സബ്മിറ്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ, COP1. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, എർത്ത് സബ്മിറ്റ് ആണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സബ്മിറ്റിലാണ് ഇത് സൈൻ ചെയ്തത്. ഈ കൺവെൻഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതായത് ബയോഡൈവേഴ്സിറ്റി കൺവെൻഷന് 3 മെയിൻ ഗോൾസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, പിന്നെ അതിൻ്റെ കമ്പോണൻസിൻ്റെ സസ്റ്റൈനബിൾ യൂസ്, ജനറ്റിക് റിസോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ഇക്വിറ്റബിൾ ആയിട്ട് ഫെയർ ആയിട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ 3 മെയിൻ ഗോൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനും സസ്റ്റൈനബിലിറ്റിക്കും വേണ്ടിയിട്ട് നാഷണൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കീ ഡോക്യുമെൻ്റായിട്ട് നിലകൊള്ളുന്നത് ഈ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് നടന്നത് സ്റ്റോക്ക്ഹോമിലാണ്. നടന്നത് 1972 മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ്. ഓസോൺ ഡിപ്ലറ്റിംഗ് സബ്സ്റ്റൻസ് ODS ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് ഫേസ് ഔട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഹാലോൺസ്, ഹൈഡ്രോ ക്ലോറോഫ്ലൂറോ കാർബൺസ് എന്നിവയാണ്. COP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് പല എൻവയോൺമെൻറ്റൽ കൺവെൻഷൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. COP1 ഫോർ ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. ഇത് മാർച്ച് 28 നടന്നത് 1995. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് GCM മോഡൽ ആർ വൈഡ്ലി യൂസ്ഡ്. GCM സ്റ്റാൻഡ്സ് ഫോർ, അതായത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മനസ്സിലാക്കാനായിട്ട് GCM മോഡലാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ GCM മോഡലിൻ്റെ ആ GCMൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബൽ സർക്കുലേഷൻ മോഡൽ, ജനറൽ സർക്കുലേഷൻ മോഡൽ, ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽ, ജനറൽ ക്ലൈമറ്റ് മോഡൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ഗ്ലോബൽ സർക്കുലേഷൻ മോഡലും ജനറൽ സർക്കുലേഷൻ മോഡലുമാണ് GCM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലൈമറ്റ് മോഡൽസിനെയാണ് നമ്മൾ ജനറൽ സർക്കുലേഷൻ മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽസ് എന്നും ഇത് പറയുന്നുണ്ട്. ഇത് ഇവാപ്പറേഷൻ മോഡലിനേക്കാൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. പക്ഷേ ഏകദേശം ജനറൽ ഐഡിയാസാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അത് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീറ്റ്, എർത്ത് റൊട്ടേഷൻ എന്നിവയെല്ലാം ഇതിൻ്റെ അകത്ത് ഫാക്ടേഴ്സാണ്. ഇതെന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എർത്ത് ക്ലൈമറ്റ് സിസ്റ്റത്തിൻ്റെ ആണ്. ഇതിൻ്റെ അകത്ത് അറ്റ്മോസ്ഫിയർ, ഓഷ്യൻ, ലാൻഡ്, ഐസ് എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കോംപ്ലക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെ വെച്ചുകൊണ്ട് എർത്ത് ക്ലൈമറ്റ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മോഡൽ അറ്റ്മോസ്ഫിയർ, ഓഷ്യൻ, ലാൻഡ് സർഫസ്, ഐസ് എന്നിവയായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തിയിട്ട് ഈ കമ്പോണൻസ് എങ്ങനെയാണ് നമ്മുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റ് സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് അസസ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസോൾവ്ഡ് ഓക്സിജൻ DO എ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എസെൻഷ്യൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാട്ടർ ബോഡീസ് ഓർ റിസോഴ്സ്. അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് നമ്മൾ ഒരു പാരാമീറ്ററായിട്ട് നോക്കുന്നത് ഏതൊക്കെ വാട്ടർ ബോഡീസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിവർ വാട്ടർ, ലേക്ക് വാട്ടർ, ടാപ്പ് വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ, പോണ്ട് വാട്ടർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 1 ആണ്. റിവർ വാട്ടർ, ലേക്ക് വാട്ടർ, പോണ്ട് വാട്ടർ എന്നിവയിലൊക്കെയാണ്, അതായത് A, B, E എന്നിവയിലാണ് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് നമ്മൾ നോക്കുന്നത്. അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. അതായത് ഇവിടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നോക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ് ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. DO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ എമൗണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ റെസ്പിറേഷനും സർവൈവലിനുമുള്ള ആ ഓക്സിജൻ്റെ അവൈലബിലിറ്റിയാണ് നമ്മളിവിടെ നോക്കുന്നത്. നല്ല ഓക്സിജൻ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല വാട്ടറാണ്, അല്ലെങ്കിൽ ബെറ്റർ വാട്ടർ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഇനി ലോ ലെവൽ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അത് ഈ അക്വാട്ടിക് ലൈഫിൻ്റെ സ്ട്രെസ്, ഡിസീസ്, ഡെത്തിലൊക്കെ നയിക്കും. അതുപോലെ തന്നെ അത് പൊല്യൂഷനും ഓക്സിജൻ ഡിപ്ലഷനുമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ടെമ്പറേച്ചർ, ഓർഗാനിക് മാറ്റർ, പ്രസൻസ് ഓഫ് പൊല്യൂട്ടൻസ് എന്നിവയെല്ലാം ഈ DO ലെവൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫിഷിന്, ഇൻവെർട്ടിബ്രേറ്റ്സിന്, ബാക്ടീരിയയ്ക്ക് അതുപോലെ ഒക്കെ ഈ ഓക്സിജൻ വേണം സർവൈവ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനെല്ലാത്തിനുമുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ എക്സസീവ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ വാട്ടർ ബോഡീസിലോട്ട് വന്നു കഴിയുമ്പോൾ യൂട്രോഫിക്കേഷനാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ DO ഡിപ്ലറ്റ്സ് ആവുന്നത്, നമ്മുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്ലറ്റ് ആവുന്ന അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഡെഡ് സോണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ അക്വാട്ടിക് ലൈഫിന് ഒരിക്കലും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് ഓക്സിജൻ കണ്ടൻറ്റിൻ്റെ ആ ഒരു കുറവിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സിലും സ്ട്രീംസിലും ലേക്സിലുമാണ്. അണ്ടർഗ്രൗണ്ട് വാട്ടറിലോ ടാപ്പ് വാട്ടറിലോ നമുക്കിത് ഇതിൻ്റെ ആവശ്യമില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ബ്രീഡർ റിയാക്ടർ. ഇത് നമ്മളുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന്. ഇന്ന് തന്നെ നമ്മൾ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. In a breeder reactor, more fissile material are produced than consumed. Less fissile material are produced than consumed. Neutrons are slowed down by moderator. U-238, a fissile material is produced from Pu-239, a fertile material. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും ഫിസൈൽ മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്ന ഒരു ബ്രീഡർ റിയാക്ടറിൽ. ഒരു ബ്രീഡർ റിയാക്ടറിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ ഫിസൈൽ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ യുറേനിയം 238 ഓർ തോറിയം 232 എന്നുള്ളതാണ്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഫിസൈൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം 239 അല്ലെങ്കിൽ യുറേനിയം 233 ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ്. അത് ഫിസൈൽ മെറ്റീരിയൽസ്, അത് ഫ്യൂവൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറാണിത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ വാട്ടർ ബോഡി ബിക്കം എക്സ്ട്രീംലി ലോ ഇൻ ന്യൂട്രിയൻ കണ്ടന്റ് ദെൻ ഇറ്റ് ഈസ് കോൾഡ്. അതായത് ഒരു വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻ കണ്ടന്റ് വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഡിസ്ട്രോഫിക്ക്, ഒലിഗോട്രോഫിക്ക്, മീസോട്രോഫിക്ക്, യൂട്രോഫിക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ഒലിഗോട്രോഫിക് ആണ്. അതായത് യൂട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ് ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒപ്റ്റിമം ഗ്രോത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സസീവ് പ്ലാന്റ് അല്ലെങ്കിൽ ആൽഗൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം സംഭവിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇനി ഒലിഗോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോഡീസിൻ്റെ അകത്ത് മിനറൽസ് ഭയങ്കര ഡെഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഓർഗാനിക് ഗ്രോത്ത് ഒക്കെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഒലിഗോട്രോഫിക് എന്നാണ് പറയുന്നത്. ഇത് അക്വാട്ടിക് ലൈഫിന് വളരെ കൊള്ളത്തില്ല. പക്ഷേങ്കിൽ നമുക്ക് ഡ്രിങ്കിങ്ങിന് നല്ല വാട്ടർ ഒലിഗോട്രോഫിക് ആണ്. ഇനി ഡിസ്ട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അൺഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സാണ് ഉള്ളത്. അതായത് ബോക്സ്, മാർഷ്, ലേക്സ് ഒക്കെയാണ്. ഇവിടുത്തെ വാട്ടർ അസിഡിക്കാണ്, അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറുമായിരിക്കും. ഇനി വരുന്നതാണ് മീസോട്രോഫിക് എന്ന് പറയുന്നത്. ഇതൊരു ബയോളജിക്കൽ ന്യൂട്രിയൽ ലെവലിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് ഇവിടെ മോഡറേറ്റ് ലെവൽ ഓഫ് ഗ്രോത്തും ബാലൻസ്ഡ് എക്കോസിസ്റ്റമാണ്. സോ വാട്ടർ ബോഡീസിൻ്റെ അകത്ത് മിനറൽസ് വളരെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഒലിഗോട്രോഫിക് എന്നാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്